എൻ്റെ മൈകോട് ദൈവമേ, എൻ്റെ തല പെരുക്കുന്നേ. ഇതെന്നതാ ഈ കിടക്കുന്നതല്ല, ഇതെങ്ങനെ വീണ് പോയതാ? ഈ ഇത്രയും ചക്ക ഇത് കണ്ടിട്ട് ആകെ ഒരു വിഷമമായില്ലേ എനിക്ക്. നീതേ എന്നാ ചേച്ചി? എൻ്റെ മൈകോട് ദൈവമേ, ഈ ചക്കയല്ല ഇങ്ങനെ പോയത് എങ്ങനെയാടി? എന്നതാ ചോദിച്ചാ? ഈ ചക്കയല്ല ഇങ്ങനെ പോയത്. അതോ, ഈയിടെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ കാറ് കയറി മൂടിയപ്പം ഭയങ്കര ഒരു കാറ്റ്. അത് മഴേനെയും കൊണ്ടുപോയി ആ കൂടെ ഒരു മരത്തിൻ്റെ ആ എകരവും താഴെയിട്ടു. കഷ്ടമായിപ്പോലെ എൻ്റെ മൈകോട് ദൈവമേ, ഇങ്ങനത്തെ ചതി. ഇതന്നെ പുതിയ കുറച്ച് ഇതൊക്കെ കേൾക്കുന്ന വായിന്ന്. ഇതെന്താ പറയുന്നത്? എന്നത് ഇപ്പം എന്തോ പറഞ്ഞല്ലോ. ഞാനിത് കണ്ടിട്ട് എനിക്കങ്ങ് വിഷമമായിട്ട് ഞാൻ എൻ്റെ മൈകോട് ദൈവത്തെ വിളിച്ച് ചോദിക്കുമായിരുന്നു, ഇത് എന്നാ അല്പമായത് ഇങ്ങനെ കളഞ്ഞു തന്നു. എൻ്റെ മൈകോട് ദൈവമോ? അത് എവിടെ നിന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയെന്നോ? അതാ ഇതുവരെ ഇങ്ങനെ വായിന്ന് കേട്ടിട്ടില്ല ഈ എൻ്റെ മൈകോട് ദൈവമേന്ന്. അത് പിന്നെ ഇത്രയും കണ്ടപ്പോഴത്തേനുള്ള പ്രയാസത്തിന് പെട്ടെന്നങ്ങ് പറഞ്ഞു പോയതാ ഞാൻ. അപ്പോൾ എവിടെയെങ്കിലും പോയി സാക്ഷരത പഠിക്കുന്നുണ്ടോ വല്ല ഇംഗ്ലീഷ്? ഞാൻ എന്നത്തിനാണ് സാക്ഷരത പഠിക്കുന്നത്? എനിക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമുണ്ട്, പിന്നെ ഞാൻ സാക്ഷരത പഠിക്കുന്നതിന്. അതാ എന്നാ ഈ മൈകോട്, എൻ്റെ മൈകോട് ദൈവമേ എന്നൊക്കെ പറയുന്നത്. നീ പിന്നെ എങ്ങനെയാ പറയുന്നത്? ഞാൻ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമല്ലോ, അതാ എൻ്റെ മൈകോട് ദൈവമേ എന്നൊന്നും വിളിക്കുകയല്ല. ഇതിപ്പോൾ ഞാൻ ആദ്യം കേൾക്കുക. നീ ആരുടെ ദൈവത്തെയാ വിളിക്കുന്നത്? എൻ്റെ ദൈവത്തിനെ വിളിക്കും. അന്നേരം എൻ്റെ എന്നുള്ളത് എങ്ങനെയാ നീ പറയുന്നത്? എൻ്റെ തന്നെ. ഞാനത് ഇച്ചിരി ഇതാക്കി പറഞ്ഞല്ലേ, എൻ്റെ പഠിത്തത്തിൻ്റെ അനുസരിച്ച് ഞാൻ എൻ്റെ മൈകോട് ദൈവമേ എന്ന് പറഞ്ഞു. അതിപ്പോൾ നിനക്കത് നാണക്കേടായി, നിനക്ക് അറിയത്തില്ലാത്ത പുതിയ 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 ഓരോ പേര് കേൾക്കുമ്പോൾ പിന്നെ എങ്ങനെയാ? പുതിയതൊന്നല്ല, അല്ല ചേച്ചി എന്നത്തിനാ വന്ന കാര്യം പോട്ടെ. എനിക്ക് എൻ്റെ തലയ്ക്കൊരു ശകലം പെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഈ ചക്ക എല്ലാം കൂടി ഇങ്ങനെ വീണ് നശിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ എൻ്റേതല്ല നിൻ്റേതാണെങ്കിൽ എനിക്കത് കണ്ടിട്ട് ഭയങ്കര ഒരു പ്രയാസം. തലയ്ക്ക് പെരുപ്പുണ്ടല്ലേ? നിന്റെ മനസ്സല്ലല്ലോ എൻ്റെ മനസ്സ്. ഓ, വെറുതെ അല്ല ഈ മൈകോട് ദൈവത്തിനെയൊക്കെ വിളിക്കുന്നത്. നിന്റെ മെഡിസിൻ ബോക്സ് പെട്ടി ഉണ്ടെങ്കിൽ. എന്നത് മെഡിസിൻ ബോക്സ് പെട്ടി? അതും അറിയാമേ. ഇത് തല വരുത്താൻ മനുഷ്യർ ഇങ്ങനെ തല തിരിയുമോ? ഉണ്ടെങ്കിൽ എനിക്ക് രണ്ട് മേടിക്കാവുന്ന ഓർത്തുകൊണ്ട് വന്നത്. എൻ്റെ കൈ എനിക്ക് മെഡിക്കൽ ഷോപ്പൊന്നും ഇല്ലല്ലോ. മെഡിക്കൽ ഷോപ്പാണോ? മെഡിസിൻ ബോക്സ് പെട്ടി ഉണ്ടോയെന്നാണ് ചോദിച്ചത്. നിനക്ക് മെഡിക്കൽ ഷോപ്പിൻ്റെ കാര്യമല്ലേ ഇത്? എൻ്റെ കയ്യിൽ അങ്ങനെ പെട്ടി പ്രമാണമൊന്നുമില്ല. ഒരു വിഷമം കയറി, അത് കാരണം എനിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ. ഒരു ഗുളിക കഴിക്കുവാണെങ്കിൽ അങ്ങ് മാറാനുള്ളതേ ഉള്ളൂ. ഇല്ലേ? ഓ, എൻ്റെ തലപ്പറ്റിട്ട് എനിക്ക് വയ്യല്ലോ. എൻ്റെ മൈകോട് ദൈവമേ, നീ എന്നതാ ചെയ്യുന്നേ? ഓ, മൈകോട് ദൈവത്തെ മുറുക്ക വിളി, അപ്പോൾ ഒച്ചത്ത് വിളി. ഈ തലപെരുക്കൽ മാറിയാലേ ഈ ഇരട്ടവാക്കുകളൊക്കെ വായി വരുന്നത് മാറുള്ളൂ. ഇരട്ടവാക്ക് ദൈവത്തെ വിളിക്കുന്നത് എങ്ങനെ മാറുന്നത്? അതൊരിക്കലും മാറുകയല്ലോ. എന്തായാലും കുറച്ച് അത്ഭുതം കേട്ടോ. പിന്നെ എന്നാ ഇല്ലേ ഈ പിന്നെ ശരിക്കും മാനസിക പ്രശ്നങ്ങളൊക്കെ വന്നാൽ തലതിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുന്ന നോക്കാം. ഇത് ഇത്രയ്ക്കും വലിയ പ്രശ്നം ചേച്ചിക്കുണ്ടായോ? അത്രയ്ക്ക് വലിയ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം. എല്ലാവരും പോയപ്പോഴത്തേനും തല തിരിഞ്ഞു പോയി. ഒരു പ്രയാസം പോലെ തോന്നി. അവരെ അറിയിക്കണോ? അറിയിക്കുകയൊന്നും വേണ്ട, നീ എനിക്ക് രണ്ട് ഗുളിക തന്നാൽ മതി. എൻ്റെ ഗുളിയൊന്നും ഇല്ലേ ചേച്ചി? നിന്റെ ആ മെഡിസിൻ ബോക്സ് പെട്ടി തന്നെയെന്ന് കാണിച്ച് എൻ്റെ കണ്ടിട്ടുള്ളതാ നിന്റെ ആ മരുന്നൊക്കെ. എടാ മോനെ, ആ മരുന്നില്ല വെക്കുന്ന ബോക്സ് ഇല്ലേ, അതിനെടുത്തോണ്ട് വന്നേ ഒന്ന് കാണിച്ചു കൊടുത്തരും. അതിനകത്തൊന്നും തികയണ്ട കേട്ടോ. ചേച്ചിക്ക് പറ്റിയ അസുഖത്തിൻ്റെ മരുന്നൊന്നും എൻ്റെ കയ്യിലില്ല. മരുന്നുണ്ട്. അതാ തുറന്നു നോക്കാം. അതിനകത്തേ ഞാൻ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. റോഡിനായാലും വേണ്ടല്ലോ, എനിക്ക് ഏതെങ്കിലും ഇനി കാണിച്ചില്ലെങ്കിൽ നുണ പറയാന്ന് പറയല്ലേ മതി. ഇത് ധാരാളം. എത്ര സൈസ് മരുന്നാടി ഇതാ? അയ്യോ, അതൊന്നും ഈ ചേച്ചിയുടെ അസുഖത്തിന്റെ മരുന്നല്ല. പിന്നെ ഇതൊക്കെ എന്നത് എൻ്റെ അസുഖത്തിനെ വേണമെന്നില്ല, എനിക്ക് ഷുഗറാ. അതൊരു പ്രത്യേക അസുഖമൊന്നും അല്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം കയറുമ്പം പെട്ടെന്ന് അങ്ങ് ഒരു വയ്യാഴിക തോന്നി വീണു. അതിന് അയൽവക്കത്ത് പോയി ആരുടെയെങ്കിലും മരുന്ന് കഴിച്ചാൽ മതി. ഗുളിക കഴിച്ചാൽ മതി. എനിക്ക് വേണ്ട, അതെടുക്കണ്ട. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ചേച്ചിയുടെ മക്കളെ വിളിച്ച് വിവരം പറയാം. എന്നത്? മരുന്ന് മേടിച്ചോണ്ട് വേഗം വരാം. അതൊന്നും വേണ്ട. ഇല്ലെങ്കിൽ ചേട്ടനെ വിളിച്ച് പറയാം. ചേട്ടനെയും ചേട്ടത്തെയും ആരെയും വിളിക്കണ്ട, എനിക്ക് ഇതിൽ നിന്ന് രണ്ടും എണ്ണം തന്നാൽ. അയ്യോ, അത് വേറെ മരുന്നാണ്, അത് കഴിച്ചാൽ പറ്റില്ല. ഞാൻ വേറെ തരാം. അതിന് തന്നേരം വേറെ ഗുളിക തരാം. ഇതൊന്നും കഴിച്ച് എന്തെങ്കിലും ആക്കി വെച്ചെങ്കിലേ എനിക്ക് സമാധാനം പറയാൻ പറ്റില്ല. അതുകൊണ്ടേ തൽക്കാലം വീട്ടിൽ ചെന്നിട്ടേ ഈ ഡ്രസ്സൊക്കെ മാറ്റി വല്ല വേഷമൊക്കെ ധരിച്ച് മെഡിക്കൽ സ്റ്റോറിലോ അല്ലെ ആശുപത്രിയിലോ പോകും.
ഇത് ഒന്നാതെ ആശുപത്രിയിലെ പോകാൻ എനിക്ക് നിന്റെ ചീട്ടുണ്ടോ? എന്റെ മൈകോട് ദൈവമേ, ഒരു 10 പൈസ എന്റെ കയ്യിലില്ല. ചൂട് കൂടിയില്ലേ എങ്ങനെ ഞാൻ പോകുന്നത്? ഓ, ഒരു മഴ പെയ്തായിരുന്നേ ഒന്ന് തണുത്തേനെ കേട്ടോ. മഴ പെയ്തെങ്കിൽ നിനക്കൊരു തണുപ്പായിനി. എങ്കിൽ 2 ഗുളികയായിരുന്നു നീ തന്നെ. മേത്ത് എല്ലാവർക്കും ശരീരത്തൊക്കെ ഈ ചൂടുകുരു എന്ന് പറയുന്ന ഒരു സാധനം പൊങ്ങി. നോക്കാം, എന്റെ ശരീരത്ത് ഒന്നുമില്ല. അത് വേണ്ടല്ലോ, ഇത് മതിയല്ലോ. ഇത്ര ഇളകിയാ പോരെ ഈ ചൂടിന്. നിനക്കാവുള്ളു. എൻ്റെ ഭഗവാനെ, എനിക്ക് വയ്യ. എന്തായാലും ചേച്ചി ഞാൻ പോവാ. എനിക്ക് വീട്ടിലേ ചെന്നിട്ട് ഇച്ചിരി തിരക്കുണ്ട്. ഗുളിക ഞാൻ വൈകിട്ട് കൊണ്ടുതരാം. ചേച്ചി പൊക്കോ, സമാധാനത്തോടെ പൊക്കോ. കൊണ്ടുവരാം. ഈ വെയിലും ചൂടും മനുഷ്യൻ്റെ സമനില തെറ്റിക്കും എന്നുള്ളത് എത്ര നേരമാണ് കണ്ടോ. പാവം.